ഹായ് ഹായ് ഞങ്ങളിപ്പോൾ വന്ന് എന്തിനാണെന്നറിയോ, കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായി, കുറേ നല്ല കമൻസൊക്കെ വന്നു, കുറേ പേര് മെസ്സേജ് ഇട്ടു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ നല്ല കമൻസൊക്കെ വന്നു. എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, എൻ്റെ മോൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തത്. പക്ഷേ മോൻ്റെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മോനിങ്ങനെ പെട്ടെന്ന് ആളുടെ മുഖഭാവം മാറി പെട്ടെന്ന് കരയുമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അച്ഛനും അറിയത്തില്ലായിരുന്നു എന്താണ് വീഡിയോ എടുക്കാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഏത് ടൈപ്പ് വീഡിയോസാണ് സാധാരണ നമ്മൾ വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് വരാറുണ്ട്. അന്ന് വീഡിയോസിൽ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം, മോൻ അതനുസരിച്ച് മോൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വരണം, ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് മോനെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ പറയുന്ന ടൈമിലെല്ലാം ആൾ മുന്നോട്ട് വന്നു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഇത്രത്തോളം ആൾക്ക് വിഷമമാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും നല്ല രീതിയിൽ വിഷമമായി. അച്ഛൻ കുറച്ചായപ്പോഴേ പറഞ്ഞു വേണ്ട നിർത്തിക്കോ, മതി മോൻ കരയുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ എനിക്കും പറ്റിയില്ല, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് വീഡിയോ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് ആണ് ഇതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മോനത് മനസ്സിലാക്കാൻ പറ്റി എന്ന് അതിലും വലിയ സന്തോഷം എനിക്കതാണ് കേട്ടോ. മോനത് മനസ്സിലാക്കാൻ പറ്റില്ല, എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. മോൻ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, എന്തെങ്കിലും പറ. മോനെ ഒരുപാട് പേര് തിരക്കി, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനും പറ താങ്ക്സ്. എന്ത് പറയാനുള്ളത്? എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ.